ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു ദിവസമെങ്കിലും ഉപവാസിക്കുകയും ഗ്രാമത്തിനൊരാചാര്യൻ ആധ്യാത്മികമായും ജ്ഞാനപരമായും ഉണ്ടായിരിക്കുകയും അദ്ദേഹം ദിവസങ്ങളോളം ഉപവാസാദികളും അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും നടത്തി പൂർണ്ണനായിരിക്കുകയും ചെയ്യുമ്പോൾ ആ ജനങ്ങളുടെയും അദ്ദേഹത്തിൻ്റെയും അവിടുത്തെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും എല്ലാം കൂടെ പ്രതിനിധിയായി ഒരു ദേവതയെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ആ ഗ്രാമം ആ ദേവതയുടേതാണ് എന്നെല്ലാവരും സമ്മതിച്ച് നിലകൊള്ളുകയും യാതൊരു പോലീസിൻ്റെയും സഹായമില്ലാതെ ജനങ്ങൾ തങ്ങളുടെ വരുമാനത്തിൻ്റെ ഇത്ര ഭാഗം കൃത്യമായി അവിടെ എത്തിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആ ദേവതയുടെ സ്ഥലത്ത് യാതൊരു പ്രാണിഹിംസയും ചെയ്യാതെ വായു, ജലം, അഗ്നി ഇവയെ ഒന്നും അപരിശുദ്ധമാക്കാതെ ആ ദേവതയുടേതായതുകൊണ്ട് ഇതൊന്നും താളക്രമം തെറ്റിക്കാതെ ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്ത് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും നല്ല അംശങ്ങൾ അവിടെ കൊടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവത മൈനറാണെന്നും മേജർ അല്ലെന്നും ഒരിക്കലും അവരുടെ അവകാശങ്ങൾ തീരുന്നില്ലെന്നും ഒരിക്കലും മൈനറിൻ്റെ സ്വത്ത് കയ്യിൽ വെച്ചാൽ സ്വന്തമാവില്ലെന്നും വ്യക്തമായി ധരിപ്പിച്ച് മനുസ്മൃതിക്കനുസരണമായി, യാജ്ഞവൽക്യ സ്മൃതിക്കനുസരണമായി, നാരദ സ്മൃതിക്കനുസരണമായി, പാരാശര ഗൃഹ്യസൂത്രത്തിനനുസരണമായി വ്യക്തതയുള്ള ഒരു ധാരണയിൽ ദേവതയുടേതാണ് ആ ഗ്രാമം മുഴുവൻ. ദേശദേവതയാണെങ്കിൽ ആ ദേശം മുഴുവൻ ദേവതയുടേതാണ്. രാഷ്ട്രമാണെങ്കിൽ രാഷ്ട്രം മുഴുവൻ ആ രാഷ്ട്രദേവതയുടേതാണ്. അങ്ങനെ രാഷ്ട്രത്തിൻ്റെ ദേവത, ദേശത്തിൻ്റെ ദേവത, ഗ്രാമത്തിൻ്റെ ദേവത, കുടുംബത്തിൻ്റെ ദേവത എന്ന നിലയിൽ ആ ദേവതയെ പ്രതിനിധീകരിച്ച് ദേവതയുടെ പ്രതിനിധി മാത്രമാണ് രാജാവ്, അയാൾക്ക് പോലും സ്വന്തമായ അവകാശങ്ങളില്ല എന്ന് തീരുമാനിച്ച ഒരു ജീവിതത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ബാക്കി പത്രം മാത്രമാണ് നിങ്ങളുടെ ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് എല്ലാ സമ്പത്തിൻ്റെയും സ്ഥലമായതുകൊണ്ടാണ് അതിനു ചുറ്റും കോട്ടയും അതിന് ഇത്രയേറെ വലിപ്പവും, അതുകൊണ്ടാണ് അതിന് ഭണ്ഡാകാരമെന്ന പേരും ഒക്കെ ഉണ്ടായത്. മാത്രവുമല്ല, ഇന്നും ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം ഈ ദേവതകളെല്ലാം മൈനറാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളെല്ലാം താമസിക്കുന്ന സ്ഥലങ്ങൾ ഭണ്ഡാരം വക പാട്ടമാണ്. NSSൻ്റെ ഈ ഹാള് ഇന്ന് കരം തീരുവയായി NSSൻ്റെ യൂണിയനിലോ NSSൻ്റെ ഹെഡ് ഓഫീസിലോ പെട്ടതായാൽ പോലും നാളെ ഒരു ദേവസ്വം മന്ത്രി കൃത്യമായി ഇതിൻ്റെ പഴയ തണ്ടപ്പേരെല്ലാം എടുത്ത് മൈനറിൻ്റെ ഭൂമിയാണിതെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താൽ കോടതി നിശ്ചയമായും വിധിക്കുക വിട്ടുകൊടുക്കാനാണ്. പിന്നെ എക്സിക്യൂട്ടീവ് നടപ്പാക്കുമോ എന്നത് വേറെ കാര്യം. ഇവിടെ ഇരിക്കുന്ന പള്ളികളും ഇവിടെ ഇരിക്കുന്ന മോസ്കുകളും ഈ നാട്ടിലുണ്ടായിട്ടുള്ള സകല സംഭാവനകളും അതിൻ്റെ ദേഹണ്ഡത്തിനുള്ള ചെലവ് കൊടുത്ത് തിരിച്ചെടുക്കാൻ തക്കവണ്ണം വീണ്ടും ഇന്ത്യയെ സോഷ്യലിസത്തിലേക്ക് നയിക്കാൻ ഒരു ദേവസ്വം മന്ത്രിയെ വേണ്ടി വരുള്ളൂ, അല്പം മെൻ്റലുണ്ടെങ്കിൽ. ഇത് ചരിത്രപരമായി അവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു വാദത്തെയും ഖണ്ഡിക്കാനാവില്ല. അത്രയും വ്യക്തതയോടെ കിടക്കുമ്പോഴാണ് നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തകരും നിങ്ങളുടെ ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളും മതനേതാക്കന്മാരും നിങ്ങളുടെ സന്യാസി ശ്രേഷ്ഠന്മാരുമെല്ലാം നിങ്ങളെ ഇക്കാലം അത്രയും തെറ്റിദ്ധരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അനുഷ്ഠാനങ്ങളൊന്നും ഹൈന്ദവമല്ല, സനാതനധർമ്മപരമല്ല, പ്യുവർലി സെമിറ്റിക്കാണ്. ഒരു ഈശ്വരനെ നിർവചിക്കുകയും സ്രഷ്ടാവായ ഒരു ഈശ്വരനെ സങ്കല്പിക്കുകയും സ്രഷ്ടാവായ ഈശ്വരൻ്റെ കീഴിലാണ് നമ്മളെന്ന് തീരുമാനിക്കുകയും ആ സ്രഷ്ടാവായ ഈശ്വരനെ അവലംബിച്ച് ഈശ്വരനെ ഭജിക്കുകയും ഈശ്വരൻ നീതി തീരുമാനിക്കുന്നവനാണെന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്നത് സമറ്റിക് സങ്കല്പത്തിൻ്റെ സംഭാവനയാണ്. ആ സങ്കല്പം നിങ്ങളിൽ വളർത്തിയെടുത്ത് കഴിഞ്ഞു മാത്രമാണ് നിങ്ങളുടെ ഈശ്വരാരാധനയെ വിഗ്രഹാരാധനയെന്നവർ അധിക്ഷേപിക്കുന്നത്. അവിടെ നിങ്ങൾ ഏറ്റുവാങ്ങുകയാണ് നിങ്ങൾ വിഗ്രഹാരാധകരാണെന്ന്. ഒരിക്കലും ആരാധിക്കാൻ പോയിട്ടില്ലെങ്കിൽ പോലും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും ആരാധിച്ചില്ലെങ്കിലും ഹിന്ദു എന്ന നാമം നിങ്ങൾ ധരിക്കുന്നിടത്തോളം കാലം അവർ ഹീതനെന്ന് വിളിക്കുമ്പോഴും വിഗ്രഹാരാധകനെന്ന് വിളിക്കുമ്പോഴും ചൂളി നിന്നുകൊണ്ട് ഞാനും ഒരു വിഗ്രഹാരാധകനാണെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്നത് തെറ്റായ ഈ പ്രചരണത്തിൻ്റെ ഭാഗം മാത്രമാണ്. ഞാൻ പറഞ്ഞത് നോക്കാൻ നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട. തിരുവനന്തപുരം വരെ പോയാൽ മതി. പൂജപ്പുരയിൽ ഇപ്പോഴും സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസുണ്ട്. അവിടെ പോയാൽ റെക്കോർഡ് മുഴുവൻ പരതിയാൽ മതി.
ഭണ്ഡാരം വകപ്പാട്ടം സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസ്. അത് എഴുതി പിന്നെ പണ്ടാര വകപ്പാട്ടം എന്നായിട്ടുണ്ടാവും, പായായിട്ടുണ്ടാവും. ഒരാൾക്ക് പോലും സ്വകാര്യ സ്വത്തവകാശം ബ്രിട്ടൻ്റെ ആഗമന ശേഷമല്ലാതെ 1498 പോർച്ചുഗീസുകാരും പിന്നെ പോർച്ചുഗീസുകാരുമായി ഏറ്റുമുട്ടി ബ്രിട്ടനും പിന്നീട് ആ ബ്രിട്ടൻ്റെ നയങ്ങളും രംഗപ്രവേശം ചെയ്യുമ്പോൾ ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുക എന്നുള്ള തീരുമാനപ്രകാരം അവർ തുല്യം ചാർത്തി കൊടുത്തവർക്കല്ലാതെ, ആ തുല്യം ചാർത്തി കൊടുത്തവർക്ക് അവരനുവദിച്ചു കൊടുത്ത സ്വകാര്യ സ്വത്തല്ലാതെ പാരമ്പര്യമായി സ്വകാര്യ സ്വത്തവകാശം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. രേഖാമൂലമല്ലാതെ. മാടമ്പി എന്ന് പറയുന്നത് നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചതാണെങ്കിൽ ശരി, പലപ്പോഴും സമീപകാലം വരെ ഇപ്പോഴാണ് ഭൂമിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയുണ്ടാകുന്നത്. ഭൂമിക്ക് വിലയുണ്ടായിരുന്നില്ല. ഭൂമി ഒരു കച്ചവട വസ്തുവായിരുന്നില്ല ഇന്ത്യയിൽ. 2, ഭൂമി സ്വന്തമായി വെച്ചാൽ ഭൂമിയുടെ വിലയേക്കാൾ കൂടുതൽ ബ്രിട്ടന് കപ്പം കെട്ടണമായിരുന്നു. ബ്രിട്ടൻ നാട്ടുരാജ്യങ്ങളുടെ മേലെ ഏൽപ്പിച്ചിരുന്ന കപ്പപ്രകാരം സാധാരണ ജനങ്ങളോടല്ല കപ്പം പിരിക്കുക, ഭൂമി ഏത് ഏരിയ ഉണ്ട് അതുകൊണ്ട് അന്ന് പ്രത്യേകം തഹസീൽദാരന്മാർ ശിക്ഷ നൽകുമ്പോഴാണ് സ്വന്തം പേരിൽ ഭൂമി എഴുതുന്നത്. പഴയ റെക്കോർഡ് എടുത്ത് പരിശോധിക്കാം. ആരെങ്കിലും പറയുന്ന പുസ്തകം വായിച്ച് തീരുമാനിക്കാതെ ആ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഇരുന്നു കൊണ്ട് അതിലെ പഴയ രേഖകൾ എടുത്ത് പരിശോധിക്കാം. ഏത് തഹസീൽദാരും ഏത് വില്ലേജ് ഓഫീസറും പാർവത്യക്കാർ, വില്ലേജ് ഓഫീസർ എന്നല്ല പദം, പാർവത്യക്കാർ, ആ പാർവത്യക്കാർ നിങ്ങളോട് വിരോധം തോന്നിയാൽ നിങ്ങളുടെ പേരിലൊരു 10 ഏക്കർ ഭൂമി അങ്ങ് പതിച്ചിടുക. പിന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരാൻ ഓടി നടക്കുന്ന ഒരു നിലയുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ മാടമ്പി ഉണ്ടായി എന്ന് പറയുന്നത്? കയ്യൂക്ക് മാത്രമായിരുന്നു ഇവിടുത്തെ മാടമ്പിത്തരം. ഈ ഒരു നീതിയും നിങ്ങളെ പഠിപ്പിക്കുന്ന യൂറോപ്യൻ ജന്മിത്വവും ഒരുമിച്ച് പോകില്ല എന്ന് നിങ്ങൾക്ക് തീർച്ചയല്ലേ? ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റിയുള്ള യൂറോപ്പിൽ യൂറോപ്യൻ ജന്മിത്വം ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ നിയമം എങ്ങനെയാണ് പോവുക? പരസ്പര വിരുദ്ധമല്ലേ? നിങ്ങൾ പഠിക്കുന്നത് പരസ്പര വിരുദ്ധമായിരുന്നിട്ടും ആ വൈരുദ്ധ്യം മുഴുവൻ എങ്ങനെ സംയോജിപ്പിക്കണമെന്ന് പോലും പഠിക്കാതെയും ചിന്തിക്കാതെയും അത് തലയിൽ പേറി നടക്കേണ്ട ഒരു ജനതയായി തീർന്നു എന്നതിനേക്കാൾ വൈകല്യം എന്താണുള്ളത്? വ്യക്തി സുഖമായി ജീവിക്കുകയും അതിൻ്റെ മുഖ്യ പങ്ക് ഭണ്ഡാരത്തിലെത്തുകയുമാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ സമ്പന്നത ഇന്ത്യൻ ദരിദ്രനേക്കാൾ കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസം രൂപാന്തരപ്പെട്ടത് മുതലാളിമാരുടെ ഗൃഹങ്ങളിൽ നിന്നാണ്, തൊഴിലാളിയുടെ അകത്തളങ്ങളിൽ നിന്നല്ല. തൊഴിലാളിയുടെ അസ്വസ്ഥതയേക്കാൾ കൂടുതൽ ഇന്ത്യൻ സവർണൻ്റെയും ഇന്ത്യൻ മുതലാളിയുടെയും അസ്വസ്ഥത നീറിപ്പുകയുന്നതായിരുന്നു. ചരിത്രത്തോട് നിങ്ങൾ നീതി പുലർത്തി ചിന്തിക്കുമെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഒരിടത്തുമില്ലാത്തൊരു ചരിത്രമുള്ള രാജ്യമാണിത്. നല്ലതോ ചീത്തയോ ആകട്ടെ, അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. കയ്യൂക്കുള്ള കാരണവർ കുടുംബത്തിൻ്റെ ഭരണം നടത്തുമ്പോൾ അതിൻ്റെ താഴെ എല്ലാ തരത്തിലും അസ്വസ്ഥനായവൻ രൂപാന്തരപ്പെടുകയായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലങ്ങളിൽ. ആ ഭരണം വിദ്യാഭ്യാസമായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യ അസ്വസ്ഥതയുടെയും നീരാളിപ്പിടുത്തത്തിൻ്റെയും ലോകങ്ങളിലായിരുന്നില്ല എന്ന് ബ്രിട്ടനിൽ ലോർഡ് മക്കാളെ നടത്തിയ പാർലമെൻറ്റ് പ്രസംഗം സാക്ഷ്യം വഹിക്കുന്നു. അതിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങിച്ച് വായിച്ചു നോക്കാം. വെറുതെ ഇൻ്റർനെറ്റിലോട്ട് കയറിയാൽ മതി. മക്കാളയുടെ കയ്യൊപ്പുള്ളതും പാർലമെൻറ്റിൻ്റെ ഒപ്പുള്ളതുമായ സ്പീച്ച് നിങ്ങൾക്ക് കേൾക്കാം, കാണാം, പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇന്ത്യ ഉടനീളം തെക്കും വടക്കും സഞ്ചരിച്ച മക്കാളെ ഇന്ത്യയിൽ ഒരിടത്തും ദാരിദ്ര്യം കണ്ടില്ലെന്നും ഇന്ത്യയിൽ ഒരിടത്ത് പോലും ഒരു അസ്വസ്ഥനെ കണ്ടില്ലെന്നും അതുകൊണ്ട് ഇന്ത്യൻ മണ്ണിൽ ബ്രിട്ടന് ചെയ്യാൻ ഒന്നുമില്ലെന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആംഗലേയ ഭാഷ പഠിപ്പിക്കണമെന്നും അതിൽ അഭിമാനമുണ്ടാക്കണമെന്നും അതിലൂടെ മാത്രമേ ഇന്ത്യയെ വിഭജിക്കുവാനും ഭിന്നിപ്പിക്കുവാനും കഴിയുള്ളൂ എന്നും വ്യക്തമായി പറയുന്ന പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. അതേ ഇതിൽ ബ്രിട്ടനിൽ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം ഇന്ന് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
ബ്രിട്ടനും അമേരിക്കയ്ക്കൊക്കെ ഒരു ഗുണമുണ്ട്. തമ്മാടിത്തരം കാണിച്ച് 15-30 കൊല്ലം കഴിയുമ്പോൾ അവർ പബ്ലിഷ് ചെയ്യും. മനസ്സിലായില്ല? ഇന്ത്യൻ ഭരണാധികാരികളോട് ചേർന്ന് KGB നടത്തിയിട്ടുള്ള ദുർഗ്രഹങ്ങളായ സംഭവങ്ങൾ അത്രയും ഇന്ന് KGB പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല? ഇവിടുത്തെ സന്യാസിമാരും ഇവിടുത്തെ സിദ്ധന്മാരുമൊക്കെ ബ്രിട്ടനോടോ സായിപ്പിനോടോ ഒപ്പം നടന്നാൽ അവൻ്റെ ക്യാമറയ്ക്കകത്ത് എല്ലാം എടുത്തു വെച്ചിട്ട് അവർ മരിച്ചു കഴിഞ്ഞോ അതിൻ്റെ തലേ ദിവസമോ അത് കംപ്ലീറ്റ് പബ്ലിഷ് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവനും കൂടെ കൂട്ടുനിന്ന് നടത്തുന്ന കൊള്ളിക്കരുതാഴിക പോലും ആവശ്യം കഴിഞ്ഞാൽ ഒരു മാന്യതയുടെ മുഖംമൂടിയും വയ്ക്കാതെ പുറത്തുവിടാൻ അവൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് സായിപ്പിനെ കൂട്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. കള്ളത്തര കാണിക്കാൻ പോകുന്നതെങ്കിൽ. മനസ്സിലായില്ല? അവനത് മുഴുവൻ ചിത്രത്തിലാക്കും. അതിനെ വളർത്താവുന്നിടത്തോളം അവൻ വളർത്തും. അവസാനം അത് പുറത്തുവിടും. ഇവിടുത്തെ സിദ്ധന്മാരെയൊക്കെ അനാവരണം ചെയ്യാൻ കാരണമായ ന്യൂസ് നൽകിയിട്ടുള്ളതും പ്രസിദ്ധമായ ഏത് ചാനലാ? BBC. അവരാ ഇതെവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ ആദ്യമായിട്ട് പുറത്തു കൊണ്ടത്. അവരാ ഇതിനെ പ്രോത്സാഹിപ്പിച്ചത്. വലിയ ആളുകൾ ഒളിച്ചു വെക്കുന്ന സാധനമൊക്കെ അവർ സിദ്ധി കൊണ്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞ് യൂറോപ്പിൽ മുഴുവൻ പ്രചരിപ്പിച്ച് കാശുണ്ടാക്കി കൊടുത്തത് അവർ തന്നെയാണ്. മനസ്സിലായില്ല? അതതിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ അവർ തന്നെയാണ് ഇത് വെളിപ്പെടുത്തി പുറത്തേക്ക് കൊടുത്തത്. അന്നേ അവർ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഫോട്ടോ എടുത്താൽ വിരോധം പറയില്ല. അകത്ത് നിൽക്കുന്നവന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ സ്വകാര്യ സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല വസ്തുതാപരമായി. ഇന്നും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം നിങ്ങൾക്ക് സ്വകാര്യ സ്വത്തവകാശമില്ല. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു പെരിക്ലീസിൻ്റെ വാളുണ്ട്. ഭരണഘടന അനുസൃതമായാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ദേവതയും മൈനറാണ്. മൈനറിൻ്റെ ഭൂമിയാണ് നിങ്ങൾ വെച്ച് അനുഭവിക്കുന്നത്. അത് മൈനറായിരിക്കുന്നിടത്തോളം കാലം ശക്തനായൊരു ഭരണാധികാരി ദേവസ്വത്തിൽ വന്നാൽ നിങ്ങളുടെ സ്വത്തവകാശം തീർന്നു. അതിന് ഭരണഘടന മാറ്റണം. സിവിൽ നിയമത്തിലെ ആ വകുപ്പെടുത്ത് മാറ്റണം. 3/2 ഭൂരിപക്ഷം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനി നടക്കാൻ പ്രയാസമാണ്. നിങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വെച്ച് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര രൂപ അവിടെ മുടക്കിയിട്ടുണ്ട്, അതിൻ്റെ കണക്ക് കൂട്ടിയിട്ട് ആ ചില്ലറയും തന്നിട്ട് പതുക്കെ ഇറക്കി വിട്ടാൽ ഇന്ത്യക്കകത്ത് ഒരു ഇന്ത്യക്കാരനും ഉണ്ടാവില്ല. ദേവസ്വം ഭരിക്കുന്നവൻ മിടുക്കനാണ്, എക്സിക്യൂട്ടീവ് കൃത്യമാണ്, കോടതി സത്യസന്ധമായിട്ട് വിധിയും പ്രസ്താവിക്കുമെങ്കിൽ, കൈക്കൂലി ജഡ്ജ് വാങ്ങിക്കില്ലെങ്കിൽ, വക്കീലായിരിക്കുന്നത് ആം ഐ റൈറ്റ്? എൻ്റെ ഉപക്ഷേപങ്ങളെല്ലാം അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് റൈറ്റാണോ? തിയറിറ്റിക്കലായി സൈദ്ധാന്തികമായി ഞാൻ പറഞ്ഞത് ശരിയാണോ? ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം, വേറെ സിവിൽ അഡ്വക്കേറ്റന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പ്രതികരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തുള്ളവരോട് പോയി ചോദിക്കാം. ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം, ഇപ്പോഴുള്ള നിയമപ്രകാരം മൈനറിൻ്റെ ഭൂമി വാങ്ങാനാവില്ല. അതിന് തുല്യമായ അത് കോടതിയിൽ കെട്ടിവെച്ചിട്ട് ക്രയവിക്രയം നടത്താം. പക്ഷേ അയാൾ പ്രായപൂർത്തിയാകുമ്പോൾ ആക്ഷേപമുണ്ടെങ്കിൽ, പ്രായപൂർത്തിയായിക്കഴിഞ്ഞ് 3 മാസം വരെ, 3 വർഷത്തിനുള്ളിൽ, പ്രായപൂർത്തിയായി 3 വർഷത്തിനുള്ളിൽ അയാൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ഈ കെട്ടിവെച്ചതും പോരാ. അയാൾക്ക് അന്നാണ് അഭിപ്രായം പറയാൻ. 18 വയസ്സ് കഴിയുമ്പോൾ ഇന്ത്യയിലെ ഒരു ദേവതയ്ക്കും 18 വയസ്സ് കഴിയില്ല ഒരു കാലത്തും. അതുകൊണ്ട് അതും ബാധകമല്ല. ഏത് രജിസ്ട്രേഷൻ നടന്നാലും അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഉടമസ്ഥത ഒരു ദേവതയ്ക്കാണ്, നിങ്ങൾക്കല്ല. അതിനൊരു ബ്രഹ്മവും അതിനൊരു ജന്മവും
രണ്ടുമുണ്ട്. ഇതൊക്കെ അറിയാതെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്, നിങ്ങളുടെ നേതാക്കന്മാർ പ്രതികരിക്കുന്നത്, നിങ്ങളുടെ മന്ത്രിമാർ പ്രതികരിക്കുന്നത്, മറ്റു മതങ്ങൾ കയറി പ്രതികരിക്കുന്നത്. ഇന്ത്യയിൽ ഒരൊറ്റ മതമേ ഉള്ളൂ, ഇന്ത്യയിൽ ഒരൊറ്റ ആരാധനാ സമ്പ്രദായമേ ഉള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ നിയമപരമായി പറയാവുന്ന ഒരു രംഗവും കൂടിയായത്. ആ ഭരണഘടനയിലാണ് ഇവിടുത്തെ എല്ലാ മതങ്ങളും എല്ലാ ജാതികളും തൊട്ട് സത്യം ചെയ്യുന്നത്. ഏത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ എടുത്താലും, ദൈവത്തിൻ്റെ പേരൊന്നും പറയാതെ സത്യപ്രതിജ്ഞ എടുത്താലും ഭരണഘടനയുടെ അടിസ്ഥാന നിയമത്തിൽ കിടക്കുന്നത് ദേവതകൾ മൈനറാണെന്നും ഈ ഭൂമി മുഴുവൻ ദേവതയുടേതാണെന്നും പറയുന്ന ഭരണഘടനയെ അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയെല്ലാം സത്യപ്രതിജ്ഞ ചെയ്താലും സത്യം ഇതായിട്ട് മാത്രമേ നിൽക്കൂ. അതിന് ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്താലും യുക്തിവാദി സത്യപ്രതിജ്ഞ ചെയ്താലും നിയമം അടിസ്ഥാനപരമായി ഇതാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനൊരു ആരാധനയില്ല, ഇങ്ങനൊരു ആരാധനാ സമ്പ്രദായം നിലനിന്നിരുന്നില്ല. ഇത് ഭണ്ഡാരം മാത്രമാണ്. ഇതൊക്കെ എതിർത്തും അനുകൂലിച്ചുമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഭണ്ഡാരം വക അത് തന്നെയാണ് പിന്നെ പണ്ടാരമായത്, തദ്ഭവമാണ്. ഭായാണ്, ഭായാണ് പിന്നെ പായായത്. അത് ആ ഭൂമി ഇപ്പുറത്തേക്ക് മാറ്റി പതിച്ചിട്ട് കിട്ടിയതാ, ആണെങ്കിലും അത് ആ ദേവതയുടെയാണ് റെക്കോർഡിൽ. അതിന് മുമ്പുള്ള റെക്കോർഡിൽ ആധാരത്തിൻ്റെ മുന്നാധാരങ്ങൾ എടുക്കും. അങ്ങനെ വന്നതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തായക്കാട്ട് മനയ്ക്ക് 1897 പതിച്ചു കൊടുക്കുന്നുണ്ട്. അടിമ രാജവംശത്തോട് നേരിടുന്നതിന് വേണ്ടി ഒരു മാടമ്പിയെ കൃത്രിമമായി ബ്രിട്ടൻ സൃഷ്ടിച്ചതാണ് തായക്കാട്ട് മന. TS തിരുമുമ്പിൻ്റെ കുടുംബം. അതെ, അല്ല. നിങ്ങൾക്ക് മദ്രാസിൽ പോയി ആർക്കൈവ്സിൽ നിന്ന് അതിൻ്റെ റെക്കോർഡ് എടുക്കാം. കണ്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കോപ്പി തരാം. മദ്രാസ് ആർക്കൈവ്സിൽ ഇപ്പോഴും അതിൻ്റെ കോപ്പിയുണ്ട്. അന്ന് മദ്രാസ് സ്റ്റേറ്റിൻ്റെ കീഴിലാണ് നീലേശ്വരമൊക്കെ വരുന്നത്, കേരളമല്ല. പാലക്കാടും നീലേശ്വരവും മലബാർ മുഴുവനെന്ന് മദ്രാസിൻ്റെ കീഴിലാണ് വരിക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതും തായക്കാട്ട് മനയിൽ ബ്രാഹ്മണരായിരുന്നിട്ട് കൂടി സ്വത്തവകാശം ബ്രിട്ടൻ കൊടുത്തിരിക്കുന്നത് സ്ത്രീക്കാണ്. ബ്രാഹ്മണ്യത്തിൻ്റെ നിയമപ്രകാരം സ്ത്രീക്ക് അവൾ ആരവളെ വിവാഹം ചെയ്യുന്നുവോ ആ ഗോത്രത്തിലേക്ക് അവൾ മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ല? തായക്കാട്ട് മന ഇതിന് എക്സെപ്ഷനാണ്. തായക്കാട്ട് മനയിൽ മനുമക്കത്തായമാണ്, അത് ബ്രിട്ടൻ ഉണ്ടാക്കിയതാണ്. അവിടെ അടിമ രാജവംശത്തെ ശരിയാക്കുന്നതിന് മാടമ്പിമാരെ സൃഷ്ടിച്ചാൽ രാജവംശങ്ങളോട് ഏറ്റുമുട്ടും. ഭിന്നിപ്പിക്കുക, ഭരിക്കുക എന്നുള്ള ബ്രിട്ടൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായി. അപ്പോൾ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വീണ്ടും വന്നാൽ, ഇത് ആരാധനാ സ്ഥലമായിരുന്നില്ല. അതിൻ്റെ സ്കൾപ്ചർ പ്രകാരം, നിയമപ്രകാരം, ജനിതക പ്രകാരം ഇന്നും എല്ലാ ജാതി മതസ്ഥരും ഉത്സവത്തിന് കൂടുന്നതല്ലാതെ നിങ്ങളുടെ ജനിതകങ്ങളിൽ ആരാധനയുടെ ഭാവതലങ്ങളില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ പോകണം. അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ആരാധനകൾ ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ക്ഷേത്രാരാധനയായിരുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്ഷേത്രത്തെ സംബന്ധിക്കുന്നതായ വിതർക്കങ്ങൾക്ക് മുമ്പിൽ ശക്തമായ വിഗ്രഹാരാധനയെ അനുകൂലിച്ചുകൊണ്ടുള്ള, വിഗ്രഹാരാധന എന്നത് വിശേഷേണ ഗ്രഹിക്കുന്നതാണ് എന്നർത്ഥം നൽകുന്ന സമ്പ്രദായങ്ങൾക്ക് ലോക അടിസ്ഥാനത്തിൽ അംഗീകാരം ലഭിക്കുന്നത് ബഹുമാന്യനായ സ്വാമിജി വിവേകാനന്ദനോട് അനുബന്ധിച്ചാണെന്നാണ് എൻ്റെ ധാരണ. അദ്ദേഹമാണ് ആദ്യമായി ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുമ്പോൾ ക്ഷേത്രം പ്രാഥമിക സ്ഥലമാണെന്നും ആരാധനയുടെ നഴ്സറിയാണെന്നും ഒക്കെ പറഞ്ഞത്. തുടർന്നാണ് മറ്റുള്ളവർ വിഗ്രഹാരാധന സങ്കേതാർത്ഥത്തിൽ ഭഗവത്ഗീതയിലെ ഭക്തിയോഗത്തെ ആസ്പദമാക്കി സാകാരവും നിരാകാരവുമായ ആരാധനയെന്ന് വ്യാഖ്യാനിച്ച് പിന്നീടുള്ള
വളർച്ചയ്ക്ക് കാരണമാകുമാറ് ഇത്ര പ്രബലമായ ചിന്തകൾ വന്നത് അതിനുശേഷമാണ്. ജനങ്ങളുടെ ഇടയിലേക്ക്, സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ബുദ്ധിജീവികളെ മാറ്റി നിർത്തിയാൽ അതിനുപോൽബലകമായി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തന്നെ വാദഗതികളിൽ ചിന്തനീയമായ ഒരംശമുണ്ട് എന്ന് ആദ്യം സൂചിപ്പിക്കാം, തുടർന്ന് വിപുലമായി ചിന്തിക്കാം. ആരാധനാ സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങളെന്ന് വീണ്ടും നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ, അത് ആരാധനയുടെ നഴ്സറി ആണെങ്കിൽ, വിവേകാനന്ദ സ്വാമിജിക്ക് ഉപദേശം നൽകുന്ന ഗുരുവാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നവനായി നിന്നത്, വിവേകാനന്ദ സ്വാമി അല്ല. രാമകൃഷ്ണദേവൻ പൂജ ചെയ്യുന്നയാളായിരുന്നു, കാളി പൂജ ചെയ്യുന്ന, കാളിഘട്ടത്തിൽ പൂജ ചെയ്യുന്നയാളായിരുന്നു. പൂജ ചെയ്യുന്ന രാമകൃഷ്ണദേവൻ്റെ ശിഷ്യനാണ് വിവേകാനന്ദൻ. സർവാദരണീയനായ ഗുരു നഴ്സറിയിലായിരിക്കുകയും ശിഷ്യൻ ഉയർന്നയാളാവുകയും ചെയ്യുക സാമ്പ്രദായിക വിരുദ്ധമാണ്. ഞാൻ പറഞ്ഞതിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ? ഞാൻ അങ്ങനെയൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അദ്ദേഹത്തെ ചെറുതാക്കിയതല്ല. അതുകൊണ്ടാണ് ബഹുമാന്യനും സർവാദരണീയനുമായ സ്വാമിജി ഏതെങ്കിലും ഒരു ലക്ഷ്യം കൊണ്ട് അന്ന് ആരെയെങ്കിലും സമാധാനിപ്പിക്കാൻ പറഞ്ഞതായിരിക്കാം. എല്ലാ പണ്ഡിതന്മാരും വിഗ്രഹാരാധനയെ ആരാധനാ സമ്പ്രദായത്തിൻ്റെ നഴ്സറി ആയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഇന്നത്തെ ഹൈന്ദവ സാമൂഹിക പ്രവർത്തകരെല്ലാം, പണ്ഡിതന്മാരെല്ലാം ഗുരുവായൂരോ ഇവിടെ വൈക്കത്തോ വന്ന് പ്രഭാഷണം നടത്തുകയാണെങ്കിൽ സ്വാമിജിമാരുൾപ്പെടെയുള്ളവർ ഈ ആരാധനാ സമ്പ്രദായത്തെ പ്രാഥമികമായ പറയുന്നത്. ഭാഗവതം തുടങ്ങിയ പുരാണങ്ങൾ വായിക്കുന്നതും പഠിക്കുന്നതും ഇതിലേക്കുള്ള പ്രവേശനദ്വാരമായും പ്രാഥമികമായ പഠനമാർഗമായും സാധാരണക്കാർക്കുള്ള പഠനമാണ് പുരാണങ്ങൾ, ഇതിഹാസങ്ങളെന്നും ഉപനിഷത്തുകളും മറ്റുള്ളതുമൊക്കെ ഉന്നതരായ ആളുകൾക്കുള്ളതാണെന്നും ക്ഷേത്രാരാധന സാധാരണന്മാരുടേതാണെന്നും ഒക്കെയാണ് നിങ്ങളെ ധരിപ്പിച്ചു വശാകുന്നത്. സത്യമാലോചിച്ചാൽ 1937 മുമ്പ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലോ അതിന് കുറേ കാലം കൂടെ മുമ്പ് നോർത്ത് ഇന്ത്യൻ ക്ഷേത്രങ്ങളിലോ സാധാരണക്കാരൻ പ്രവേശിച്ചിരുന്നിട്ടില്ലാതിരിക്കെ വൈദികരും വൈദിക പണ്ഡിതന്മാരും മാത്രം പ്രവേശിക്കുകയും പൂജ നടത്തുകയും ചെയ്തിരുന്ന ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് സാധാരണന്മാരുടേതായിരിക്കുക? പണ്ഡിതന്മാരുടേത് മാത്രമല്ലേ? വേദങ്ങളും ഇതിഹാസങ്ങളും പഠിക്കുകയും വേദവിത്തുക്കളായിരിക്കുകയും സംസ്കൃത ഭാഷ അഭിജ്ഞന്മാരായിരിക്കുകയും സാങ്കേതികങ്ങളായ കലകളെയും സാങ്കേതികങ്ങളായ സാഹിത്യങ്ങളെയും മാത്രം ഉപജീവിക്കുകയും ചെയ്യുന്ന ബുദ്ധിജീവികളുടെ സങ്കേതങ്ങളായിരുന്നു ക്ഷേത്രങ്ങളെങ്കിൽ ക്ഷേത്രമെങ്ങനെ സാധാരണക്കാരൻ്റെ ആരാധനാ സ്ഥലങ്ങളാവും? ആലോചിക്കാതെ പിടിപ്പുകേട് പറയുന്നു എന്ന് പറയണ്ടേ? ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടോ? അല്ല, നിങ്ങൾ അമ്പലങ്ങളിൽ കണ്ടിട്ടുണ്ട്, രാവിലെ വന്ന് മുഖമണ്ഡപത്തിലിരുന്ന് വേദങ്ങൾ ചൊല്ലുന്ന ബ്രാഹ്മണനെയാണ് നിങ്ങൾ കണ്ടത്. ഇന്നില്ലവർ, ഇന്ന് പൊതുജനമുണ്ട്. പൗരാണിക കാലത്ത് നിങ്ങൾ കണ്ടത് ഏത് ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പ്രവേശനം കിട്ടിയ കാലത്ത് കണ്ടാലും ഒരു 10, 12, 20 ബ്രാഹ്മണർ രാവിലെ വന്ന മുഖമണ്ഡപത്തിലിരുന്ന് വേദം ചൊല്ലുന്നതാണ് നിങ്ങൾ കേട്ടത്. ഒരു ക്ഷേത്രത്തിലെങ്കിലും ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് നാടകം, മിമിക്രി, ഗാനമേള, ബാലെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒന്നും താവളങ്ങളായിരുന്നില്ല. ക്ഷേത്രത്തിലെ 8 or 10 ദിവസത്തെ ഉത്സവങ്ങൾ എടുത്താൽ അതിനകത്ത് പൂർണ്ണമായി ഉണ്ടായിരുന്നത്, എന്താ ചോദ്യം വല്ലതും ചോദിക്കാനാണോ? അതിനകത്ത് പൂർണ്ണമായി ഉണ്ടായിരുന്നത് സങ്കേത കലകളായ കഥകളി, കൂടിയാട്ടം, കൂത്ത് ഇവയൊക്കെയാണ്. ഇന്ന് സാധാരണക്കാരുടെ സങ്കേതമാണ് ക്ഷേത്രമെങ്കിൽ ആ ക്ഷേത്രകലകൾക്കും ക്ഷേത്രത്തിലെ കലശം മുതലായ ചടങ്ങുകൾക്കും ക്ഷേത്രത്തിലെ ആ രീതിവിധാനങ്ങൾക്കുമാണ് ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവേണ്ടത്. അവിടെ ജനങ്ങളുടെ പങ്കാളിത്തമില്ല. പലപ്പോഴും വൈക്കത്തെ പ്രമുഖമായ ക്ഷേത്രത്തിൽ വന്നിരുന്നാൽ പോലും 100-ൽ താഴെ ആളുകളെ കഥകളിക്ക് മുമ്പിലുണ്ടാകാറുള്ളൂ. അതിൽ തന്നെ 50% പേർ ഉറങ്ങുകയാണ്. ഒരുമാതിരി മാന്യന്മാരുടെ കൂട്ടത്തിൽ ഞാനും പെടുമെന്ന്
അറിയിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞ് മനസ്സിലാകാതാകുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങുകയും ഇടയ്ക്കിടയ്ക്ക് വേഷം മാറി വരുമ്പോൾ മാത്രം ഏറ്റുവരികയും അവരുടെ പിള്ളേരൊക്കെ പോയി വേഷം കെട്ടുന്നിടത്ത് പോയി വായി നോക്കി നിൽക്കുകയും അവിടുന്ന് കിട്ടാമെങ്കിൽ വല്ല മനയോലയോ മറ്റുള്ളതോ കിട്ടുന്ന എടുത്തുകൊണ്ട് വേറൊരുത്തൻ്റെ മുഖത്ത് തേക്കുകയും ഉറങ്ങിക്കിടക്കുന്നവൻ്റെ മുഖത്ത് തേക്കുകയും ചെയ്യുന്ന ഒരു അഭ്യാസ കാഴ്ചയ്ക്ക് അപ്പുറം ഒരു 10 20 പേരാണ് കൃത്യമായിരുന്ന കളി ആസ്വദിക്കുന്നത്. അപ്പോൾ ക്ഷേത്രവും അതിൻ്റെ പൂജാവിധാനങ്ങളും അതിലെ ചടങ്ങുകളും അതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കലകളും ഒരിക്കലും സാധാരണന്മാരുടെ ആയിരുന്നില്ലെന്നും ബൗദ്ധിക തലത്തിലും മറ്റു തലങ്ങളിലും വളരെ ഉയർന്നവരുടേതായിരുന്നുവെന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സാധാരണന്മാർ അകലാനിടയായിട്ടുള്ളത്. ബൗദ്ധികമായി അതിനെ ഉൾക്കൊള്ളുവാനോ അനുഭവത്തിൽ അതിനെ പ്രാവർത്തികമാക്കുവാനോ അതിൻ്റെ പ്രയോജനങ്ങൾ അനുഭവിക്കുവാനോ പറ്റാത്ത ഒരു ജനതയ്ക്ക് ഒരിക്കലും അത്തരം കാര്യങ്ങൾ കിട്ടിയാൽ ഒരു നായ പൊതിക്കാത്ത തേങ്ങയിട്ടുരുട്ടി കളിക്കുന്നത് പോലെ കളിക്കാമെന്നല്ലാതെ അതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. എൻ്റെ ധാരണ ഞാൻ അടുക്കിലാണ് ഈ കാര്യത്തിൽ പോകുന്നതെന്നാണ്. വെറുതെ വികാരം കൊള്ളിക്കാൻ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല എന്നാണ് എൻ്റെ ധാരണ. നിങ്ങൾക്ക് അനുഭവമുള്ളതും നിങ്ങൾ കണ്ടതും നിങ്ങളുടെ ചുറ്റും നടക്കുന്നതുമായ കാര്യങ്ങളെ നിങ്ങൾ പഠിച്ചു വെച്ചതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ ചിന്തയ്ക്ക് ഉതകുമാറ് അപഗ്രഥിക്കാനൊരുങ്ങുക മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങൾ ഏത് മതത്തിൽ, ഏത് ജാതിയിൽ, ഏത് വർഗത്തിൽ, ഏത് വർണ്ണത്തിൽ, ഏത് രാഷ്ട്രീയത്തിൽ, ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവരായാലും സമുന്നതമായ ഈ ചിന്ത നിങ്ങളൊന്ന് അപഗ്രഥിച്ച് നോക്കിയിട്ട് ഇതിലേത് ഭാഗമാണ് തെറ്റ്, ഏത് ഭാഗമാണ് ശരി എന്ന് പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതായിരുന്നു, 100% അതായിരുന്നു. അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഏതാണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ സമറ്റിക് മതരീതിയോട് അവലംബിച്ച് ആരാധനാ സ്ഥലമെന്ന ധാരണ വന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു മുന്നേറ്റമായിരുന്നു അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നതിനും 50 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പുലയ സമുദായത്തിൽപ്പെട്ട, ആ പേരെന്ന് പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട്, അങ്ങനെയല്ലാതെ അത് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മറ്റു പേരുകൾ പറഞ്ഞ് അതിനെ ഉദാഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുകയാണ്, കോടതി അലക്ഷ്യമാണ് എന്നറിഞ്ഞുകൊണ്ട്. ആർക്കെങ്കിലും കൊണ്ടുപോയി കേസ് കൊടുക്കാം ആ പദം ഉപയോഗിച്ചാൽ. പക്ഷെ പറയാൻ മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ആറന്മുളയിലുള്ള പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ആദ്യത്തെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ അവർണ്ണൻ. വടക്കൻ കേരളത്തിൽ ക്ഷേത്രങ്ങളും അവയോട് ഉപജീവിച്ചുള്ള കലകളും ബ്രാഹ്മണരുടേതായിരുന്നില്ല. ബ്രാഹ്മണർക്ക് സംസ്കൃത പാണ്ഡിത്യം കുറവായിരുന്നു. തീയ സമുദായത്തിലായിരുന്നു കൂടുതൽ കാര്യങ്ങൾ നടന്നു പോന്നിരുന്നത്. നമ്പ്യാന്മാരായ മാടമ്പിമാരുടെ തറകളിൽ നടക്കുന്ന പൂരക്കളികളിലും മറ്റും സംസ്കൃതാഭിജ്ഞന്മാരായി മുന്നോട്ട് വിളയാടിയത് അത്രയും പൂരക്കളി പണിക്കന്മാരാണ്. അവരൊരു പ്രത്യേക ദിശ മുതലാണ് ഇങ്ങനെ ആയിത്തീർന്നതെന്നും അവിടെ വെച്ച് ബ്രാഹ്മണരുടെ ഈ കഴിവ് നഷ്ടപ്പെട്ടുവെന്നും ഒക്കെ ചരിത്രം എഴുതുന്നത് അവരുടെ ജനിതകങ്ങളിൽ ഇല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റില്ല എന്ന ജനിതക സംവേദനങ്ങളെ മറന്നുകൊണ്ടാണ് ആധുനിക സാമൂഹ്യ പ്രവർത്തകരും സാഹിത്യകാരന്മാരും ചരിത്രമെഴുതുന്നത് എന്ന് മറക്കാൻ പറ്റില്ല. പോയി അന്വേഷിക്കുകയും ചെയ്യാം. പക്ഷെ അതെല്ലാം ഒരളവ് വരെ ഹൈന്ദവധർമ്മത്തിനകത്ത് നിലനിന്നിരുന്ന വേറുകൃത്യങ്ങളോടുള്ള വെല്ലുവിളി എന്ന നിലയിലാണ് നിങ്ങളിന്ന് അവതരിപ്പിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്നതെങ്കിലും ഒരളവ് വരെ സെമറ്റിക് ആരാധനാ സമ്പ്രദായത്തിൽ ആകൃഷ്ടരായ ഒരു ജനതയുടെ ആ വഴിയിലേക്കുള്ള യാത്രയെ തടയുന്നതിനായിരുന്നില്ലേ എന്ന് അല്പം പോലും സംശയിച്ച് കാണുന്നില്ല. കാരണം ആ ചോദ്യം ഞാൻ അങ്ങനെ വളച്ചത് ദുരുദ്ദേശപൂർവമല്ല. കാരണം നാരായണ ഗുരു ഒരിക്കലും
മേലാളന്മാരോട് സ്വസമുദായത്തിൽ ബൗദ്ധികമായി ഏറ്റുമുട്ടാൻ ശ്രമിച്ചിട്ടുള്ളതിനേക്കാളേറെ അവരുടെ മേലാളനായി അന്ന് നിലനിന്നിരുന്ന ശങ്കരൻ്റെ മതമാണ് തൻ്റെയും മതമെന്ന് പറയാൻ മടികൂടാതെ നിൽക്കുന്നതായാണ് കണ്ടത്. സത്യത്തെ സത്യമായി അംഗീകരിക്കുകയും തെറ്റായ ഒരു വഴിയിലേക്കുള്ള ജനജീവിതത്തിൻ്റെ പോക്കിനെ തടയണമെന്ന് വ്യക്തമായി തീരുമാനിക്കുകയും ചെയ്ത ഒരഭിജ്ഞനായി മാത്രമേ, ഒരുപക്ഷേ ആ കാലം കണ്ടതിൽ ഏറ്റവും ഉത്തമനായി മാത്രമേ ഗുരുവിനെ ആ സമയത്ത് കാണാൻ പറ്റുകയുള്ളൂ എന്ന് തോന്നുന്നു. അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം എതിരിടേണ്ടത് മറ്റു മാർഗങ്ങളിലായിരുന്നു. അതിനുള്ള ത്രാണിയും ശക്തിയും സാമൂഹികമായി ഒരുപക്ഷെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആളും അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും എന്തിനോടും ഏറ്റുമുട്ടുവാൻ നാരായണ ഗുരു എന്നൊരു ബിംബത്തെ അതിൻ്റെ സാമൂഹികതയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇന്നും അതിൻ്റെ സാമൂഹിക പ്രവർത്തകർക്ക് അറിവൊന്നുമില്ല എന്ന് മാത്രമല്ല, സമൂഹ മധ്യത്തിൽ ഇതര സമുദായങ്ങളെ ഉൾപ്പെടെ നിലനിർത്തി ഏറ്റുമുട്ടുവാൻ ത്രാണിയും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ടൻ കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ വാക്കുകൾ എത്തിയെന്ന് ഞാൻ ധരിക്കുന്നു. നിശ്ചയമായും പല ഉന്നതന്മാരുടെയും നില അവരെ ചൂണ്ടിക്കാണിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം ഉണ്ടാവില്ല എന്ന് അതിൻ്റെ പ്രോദ്ഘാടകരും മറ്റുള്ളവരും പലപ്പോഴും ധരിക്കാറില്ല. എതിരാളികളെപ്പോലും നിശബ്ദമാക്കാൻ കഴിയുന്നത് പലപ്പോഴും അന്ന് ജീവിച്ചിരുന്നതും അന്ന് പ്രവർത്തനം നടത്തിയതുമായ ഉത്തമന്മാരെക്കുറിച്ചുള്ള പേരും അവരുടെ ആശയവും ആദർശവും ഒന്ന് മാത്രമാണ്. അതുതന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരും വന്ന് മാറ്റിമറിച്ചതായ കാര്യങ്ങളെല്ലാം സനാതനമാവില്ല എന്ന്. ചുരുക്കത്തിൽ ഇന്ന് കാണുന്ന ക്ഷേത്രാരാധന സനാതനധർമ്മ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെയാണ് പുതിയ പുതിയ സിദ്ധപുരുഷന്മാരുണ്ടാവുകയും അവർ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇന്നലെ വരെ പ്രാചീന ക്ഷേത്രങ്ങളിലേക്ക് പോയിരുന്ന ബ്രാഹ്മണരുൾപ്പെടെയുള്ളവർ പുത്തൻ ക്ഷേത്ര സങ്കേതങ്ങളിലേക്ക് നീങ്ങുകയും പഴയത് നിർജീവമാവുകയും ചെയ്യുന്നതും കാരണം അവരുടെ ജനിതകങ്ങളിൽ ഇതില്ല. ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് തപസ്സിൽ നിന്നാണ്. ഗുരുദേവൻ പ്രതിഷ്ഠിക്കുമ്പോൾ കേരളത്തിൻ്റെ താന്ത്രിക സമ്പ്രദായത്തിന് ബദലായി വെക്കുവാനൊരു പരദേശ തന്ത്രത്തെ കൊണ്ടുവന്നിട്ടാണ്. അത് വ്യക്തമായി ഒരു പറ്റം പുരോഹിതന്മാരെ പഠിപ്പിച്ചെടുത്തിട്ടാണ്. ബ്രാഹ്മണ്യത്തിൻ്റെ പൗരോഹിത്യത്തിന് സമാന്തരമായൊരു പൗരോഹിത്യത്തെ വ്യക്തതയോടുകൂടി പഠിപ്പിച്ചെടുത്ത് വ്യക്തമായ ധാരണയോടുകൂടിയാണ് ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത്. ആ ഉദ്ദേശശുദ്ധിയെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഗുരുദേവൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കു ശേഷം കേരളത്തിലുണ്ടായ ഗുരുദേവൻ പ്രതിനിധീകരിക്കുന്നത് പോലുള്ള അടിസ്ഥാന മൂല്യങ്ങളില്ലാത്ത, ഗുരുദേവൻ പ്രതിനിധീകരിക്കുന്നത് പോലുള്ള ഒരു സാമ്പ്രദായികത്വമില്ലാത്ത, ഗുരുദേവൻ പ്രതിനിധീകരിക്കുന്നത് പോലുള്ള ഒരു പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത ഒട്ടേറെ സിദ്ധന്മാരുണ്ടായിട്ടുണ്ട്. ഗുരുദേവൻ്റെ പ്രതിഷ്ഠയിൽ നിന്ന് ഭാവം ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് ജനങ്ങൾക്ക് തോന്നുമാറ് ഒട്ടേറെ പ്രതിഷ്ഠകൾ പിന്നീടുണ്ടായിട്ടുണ്ട്. അവ തോന്നിയവാസത്തിൻ്റെ കേദാരങ്ങളായി മാറിയിട്ടുണ്ട്, കച്ചവട സങ്കേതങ്ങളായി മാറിയിട്ടുണ്ട്. കാലത്തോടൊന്നിച്ചു പോകുവാൻ അത്തരം കച്ചവട സങ്കേതങ്ങളോട് പിന്നീട് പിടിച്ചു നിൽക്കുവാൻ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളും ഗുരുദേവന് മുമ്പുള്ള ബ്രാഹ്മണരുടെ ക്ഷേത്ര സങ്കേതങ്ങളും അതിലേക്ക് വന്നില്ലെങ്കിൽ പിടിച്ചു നിൽക്കുകയില്ല എന്ന് വന്നവരിടത്ത് സനാതനധർമ്മം ഇന്ന് ദൂരവ്യാപകമായ ഒരു ദുർവൃത്തിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാധനാലയങ്ങളിലേക്ക് അധപ്പതിച്ച ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങളെന്ന പദവിയിൽ നിന്ന് വണിക്പ്രവരന്മാരുടെ സങ്കേതങ്ങളായി മാറുക കൂടിയാണ് ചെയ്തത്.
എന്നത് ബാക്കി പത്രമാണ്. അതും തള്ളിക്കളയാവുന്നതല്ല. ആ പ്രതീക്ഷയെപ്പോലും ഉല്ലംഘിക്കുവാൻ സനാതനധർമ്മത്തിൽ ഇല്ലാത്ത ഒന്ന് സാമൂഹികമായി രൂപപ്പെടുത്തിയപ്പോൾ കാലാന്തരത്തിൽ അങ്ങനെയുള്ളൊരു പരിണാമത്തിനത് കാരണമായി തീർന്നു എന്നുള്ളതും വസ്തുതയാണ്. ഇവയൊക്കെ നമ്മൾ കൊണ്ടാടി നടക്കുന്നത് സനാതനധർമ്മമായും ഹൈന്ദവമായും നമ്മുടെ പാരമ്പര്യമായും ഒക്കെ അഭിമാനത്തോടെയാണ്. ഏതൊരു സന്യാസിക്കും ഏതൊരു ഹിന്ദു സാമൂഹ്യ പ്രവർത്തകനും ഏതൊരു ഹിന്ദുവാണെന്ന് അഭിമാനിക്കുന്നവനും അവനിനി വിപ്ലവപരങ്ങളായ ആശയങ്ങളിലേക്ക് പോയാൽ പോലും അവൻ്റെ ഇടയിലെങ്കിലും ചോദ്യം വരുമ്പോൾ നിൻ്റെ വർഗം ഇങ്ങനെയല്ലേ എന്ന് ചോദ്യം വരുമ്പോൾ ഇതിനെയൊക്കെ ന്യായീകരിക്കുവാനുള്ള തട്ടും തടവും കണ്ടെത്തേണ്ടുന്ന ബൗദ്ധിക പരിമാണത്തിലേക്ക് അവൻ അധപ്പതിക്കേണ്ടി വരുന്നുണ്ട്. ഈ രംഗങ്ങളിൽ ഒന്നും പോയി ഇതിൻ്റെ കച്ചവടത്തിൻ്റെ പങ്ക് പറ്റുന്നില്ലെങ്കിലും ഇതിലൊരു പൈസ കൊണ്ടുമല്ല ജീവിക്കുന്നതെങ്കിലും തൻ്റെ വർഗം ഇതെല്ലാം ചെയ്യുന്നു എന്ന് വരുമ്പോൾ അധിക്ഷേപത്തിനും സംശയത്തിനും സങ്കല്പങ്ങൾക്കും മറുപടി പറയേണ്ട ഒരു ബാധ്യത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ അറിയാതെ അന്നേരം വായിച്ച പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെയൊക്കെ ന്യായീകരിച്ച് വ്യാഖ്യാനിക്കുവാൻ പോകേണ്ടി വരിക ശരിയല്ല. അതാണ് ഏറ്റവും വലിയ ദുര്യോഗം. സത്യമല്ല എന്ന് പലതും അറിയുമ്പോഴും അതിൻ്റെ ഭാഗമാണെന്നോർത്ത് അതിൻ്റെ പങ്കുപറ്റാതെ സത്യത്തെ സത്യമാക്കി വ്യാഖ്യാനിക്കേണ്ടി വരുന്നവൻ്റെ ദുര്യോഗത്തേക്കാൾ കൂടിയ ദുര്യോഗമില്ല. എപ്പോഴാണ് അതിൽ നിന്ന് വേദന കൂടാതെ ഒരുത്തന് സ്വതന്ത്രനാകാൻ കഴിയുന്നത്? അവൻ മാത്രമേ മനുഷ്യനാവൂ. ഇപ്പം നിങ്ങൾ നാളെ രാവിലെ എവിടെ നിന്നൊരു ദർശനം കണ്ടു എന്ന് പറഞ്ഞ് മറ്റന്നാൾ രാവിലെ നിങ്ങളുടെ മുറ്റത്ത് ഒരു പ്രതിഷ്ഠ നടത്താവുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു ഈ കാര്യങ്ങൾ. നേരെ മറിച്ചൊരു പള്ളിയോ മോസ്കോ അങ്ങനെ പണിയാൻ പറ്റില്ല. നാളെ രാവിലെ ഞാൻ വൈക്കത്ത് വന്നു, NSൻ്റെ ഇവിടെ ഇരുന്നു, ഇത്രയും ക്ലാസ് നടത്തി. മറ്റന്നാൾ രാവിലെ നിങ്ങളിലൊരുത്തനും ഞാനും ചേർന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് എന്തോ കണ്ടുവെന്ന് സ്വാമി ദിവ്യദൃഷ്ടി കണ്ടുവെന്ന് പറഞ്ഞാൽ നിങ്ങളെ അത് കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ 10 പേര് കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഉടനെ പ്രതിഷ്ഠയായി, ഉടനെ പിരിവായി, ഉടനെ പരിപാടിയായി. അത് തടയാൻ തുടങ്ങിയാൽ സനാതനധർമ്മത്തിനെതിരായി. മറിച്ച് തെറ്റാണ്, അങ്ങനെയല്ല സനാതനധർമ്മം എന്ന് പറയാൻ അറിയുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. എതിർക്കുന്നവനറിയില്ല, അനുകൂലിക്കുന്നവനറിയില്ല, അത് തടയാൻ പോകുന്നവനറിയില്ല, അതുണ്ടാക്കുന്നവനറിയില്ല എന്ന തലത്തിൽ ഇതെത്തിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ സംഘാടകർ ഇത് വിഷയമാക്കി വെച്ചതെന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ കാലിക പ്രസക്തി എന്നൊരു വിഷയം വേണ്ടി വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതൊന്നും അല്ല സനാതനധർമ്മം, അത് തീർച്ചയാണ്. ഈ ക്ഷേത്ര ആരാധനയോ അതെല്ലാം ആരാധിക്കാൻ സെമറ്റിക് മതങ്ങളുടെ രീതി കണ്ട് വന്നതാണ്. ഇനി സനാതനധർമ്മം എന്ത് എന്ന് പറയുന്നതിന് മുമ്പ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിൻ്റെ പല പ്രകാരഭേദങ്ങളാണ് ഇന്ന് കാണുന്ന പലതുമെന്നും അതിലുപരി ലോകമെമ്പാടും സനാതനമാണെങ്കിൽ അത് ലോകമെമ്പാടും ഒന്നേ ഉണ്ടാകാവൂ, അതൊരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിൻ്റെ പ്രകാരഭേദങ്ങളാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രകടനങ്ങളുമെന്നും അതിലുപരി അതിൻ്റെ അന്തസത്ത നിലനിർത്തിയിരുന്നത് വളരെ ചെറിയൊരു വർഗമായിരുന്നുവെന്നും, ന്യൂനപക്ഷം, എ ഡോമിനൻ്റ് മൈനോറിറ്റി. അർണോൾഡ് ടോയൻബിയെ ഉദ്ധരിച്ചാൽ ആയിരുന്നുവെന്നും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. സനാതനധർമ്മം പഠിക്കാൻ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അതിൽ പഠിപ്പിക്കുന്ന മൗലികമായ കാര്യം പിണ്ടാണ്ടത്തെയാണ്. അതിനെ ആസ്പദമാക്കി ബ്രഹ്മാണ്ടത്തെ നിർവചിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് സനാതനധർമ്മമല്ല എന്ന് പറയുകയുണ്ടായി. ക്ഷേത്രാരാധനയും ഇന്ന് കാണുന്ന രീതിയിൽ സനാതനധർമ്മമല്ല എന്ന് പറഞ്ഞു.
എന്താണ് സനാതനധർമ്മം എൻ്റെ ഒരു സൂചന നൽകി. നമ്മൾ ആരാധനാ സമ്പ്രദായങ്ങളെ കൊണ്ടുപോയത്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പ്രദായിക തലം പിണ്ടാണ്ടത്തെ അവലംബിച്ചാണ് വന്നിട്ടുള്ളതെന്നും അതിൽ നിന്ന് ബ്രഹ്മാണ്ടത്തിലേക്കുള്ള വികാസമാണെന്നും അതിൻ്റെ പ്രകടീഭാവങ്ങളാണ് ഇന്ന് കാണുന്ന നല്ലതും ചീത്തയുമായതെല്ലാമെന്നും പറഞ്ഞു നിർത്തുകയാണുണ്ടായതെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ സനാതനധർമ്മമല്ല എന്ന് പറഞ്ഞ ആരാധനയുടെയും മറ്റു ലോകങ്ങളിലെയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞുവെന്ന് ഞാൻ ധരിക്കുന്നു. ശരിയാണ്, സമ്മതവുമായി എന്ന് വിചാരിക്കുന്നു. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർക്കുക, കഴിഞ്ഞ് മുന്നോട്ട് പോകാം. ക്ഷേത്രം, ആരാധന ഇവയോട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ തീർത്തോണം. ജ്യോതിഷം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, നിങ്ങളിലെ പ്രായം ചെന്നവർ അവരുടെ ഓർമ്മ ശരിയാണെങ്കിൽ, ജ്യോതിഷവും വൈദ്യവും കേരളത്തിൽ കൈകാര്യം ചെയ്തിരുന്നത് പഴയ കാലത്ത് വടക്കൻ കേരളം കണിശന്മാരെന്നും തെക്കൻ കേരളം കണിയാന്മാരെന്നും വിളിച്ചിരുന്ന ഒരു സമുദായത്തിൻ്റെതായിരുന്നു. ജ്യോതിഷം അവരുടേതായിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ല അത് വളർന്നു വന്നിരുന്നത്. കാരണം അവർ ക്ഷേത്രത്തിനകത്ത് പ്രവേശനമുള്ളവരായിരുന്നില്ല. ജ്യോതിഷികൾ അധികവും ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട ജ്യോതിഷം വേദാന്തം അംഗീകരിച്ച 6 ശാസ്ത്രങ്ങളിൽപ്പെട്ട ജ്യോതിഷമാണ്. അത് അസ്ട്രോണമിക്കലായുള്ള ചിന്തകളാണ്. അത് ജ്യാമിതീയ മാതൃകകളോട് ബന്ധപ്പെട്ടതാണ്. സൂര്യൻ, മറ്റു ജ്യോതിർഗോളങ്ങൾ, അതിൽ ഭൂമിയിൽ വീടൊക്കെ വരുമ്പോൾ തച്ചുശാസ്ത്രമല്ലെങ്കിൽ വാസ്തുവിദ്യ, അത് വീടിനായിരിക്കുമ്പോൾ, ദേവതയ്ക്കായിരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതകളോട് ബന്ധപ്പെട്ട ജ്യോതിശാസ്ത്രം വൈദികമായിരുന്നു. വൈദികമായ ജ്യോതിശാസ്ത്രം അല്ല ഈ കണിയന്മാർ അല്ലെങ്കിൽ കണിശന്മാർ എന്ന് പറയുന്നവർ കൈകാര്യം ചെയ്തിരുന്നത്. അത് ഭാരതീയവുമായിരുന്നില്ല. യവന ആചാര്യനോട് ബന്ധപ്പെട്ട് ജീവിതകാലത്തെ അവലംബിച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രോബബിലിറ്റിയെ ഉപയോഗിക്കാവുന്ന ഒരു ശാസ്ത്രശാഖയായിരുന്നു അവർ ഉപയോഗിച്ചു വന്നിരുന്നത്. ജനന സമയം, അതിനെ അവലംബിച്ചുള്ളതായ ഭൂതഭാവി വർത്തമാനങ്ങൾ. പലപ്പോഴും ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ജനന സമയം കുറിച്ചു കൊണ്ടുപോയി ഓലയിലോ പിന്നീട് പേപ്പറിലോ ബുക്കിലോ ആ കുട്ടിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളിൽ ഏറെക്കുറെ ധനാത്മകമായി കുറേ നന്മകളും അല്പമാത്രമായ ബുദ്ധിമുട്ടുകളും രേഖപ്പെടുത്തി കൊണ്ടുവന്ന് കൊടുത്ത് തുച്ഛമായ ഒരു ദക്ഷിണ വാങ്ങി കടന്നുപോവുകയായിരുന്നു അവർ പതിവ്. സമൂഹത്തിൽ അത്ര മാന്യമായ നിലയൊന്നും അവർക്ക് കൊടുത്തിരുന്നുമില്ല. കാരണം പലപ്പോഴും വീട്ടിലിരിക്കുന്നവർ അറിവുള്ളവരായിരുന്നു. പാരമ്പര്യമായി ജ്യോതിശാസ്ത്രത്തെയും ഭരണത്തെയും കുടുംബത്തെയും ഒക്കെ അറിയുന്നവരായിരുന്നു എല്ലാ ജാതിയിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട കാരണവന്മാർ. അതുകൊണ്ട് അവരെ കളിപ്പിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. അവരും അധ്വാനിച്ച് ജീവിച്ചതുകൊണ്ടും അധ്വാനത്തിൻ്റെ വിലയറിയുന്നതുകൊണ്ടും ധനം ലക്ഷ്മിയായി കണ്ടിരുന്നതുകൊണ്ടും ചുറ്റുപാടുകളെ തകർക്കുന്ന ഒന്നും സമ്മതിക്കരുതാത്തതുകൊണ്ടും ഇത്തരം കാര്യങ്ങൾക്ക് വാരിക്കോരി പണം ചെലവാക്കുവാൻ തയ്യാറായിരുന്നുമില്ല.
ശരിയല്ല എന്ന് തോന്നലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിക്കാം. യവന ആചാര്യൻ, യവനശാസ്ത്രമാണ് ഭാവി പ്രവചിക്കുന്ന ജ്യോതിഷം. യവനദേശം, ഗ്രീസുമായുള്ള നമ്മുടെ ബന്ധം കൊണ്ട് അവിടുത്തെ അറിവ് ഇവിടേക്കും ഇവിടുത്തെ അറിവ് അങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്. ആര്യഭട്ടൻ്റെയും മമ്മടൻ്റെയും ഭാസ്കരൻ്റെയും ഗ്രന്ഥങ്ങളിലൊന്നും ഭാവി പ്രവചനത്തിൻ്റെ ലക്ഷ്യലക്ഷണങ്ങളില്ല. വരാഹമിഹിരൻ്റെ കാലം മുതലാണ് തുടങ്ങുന്നത്. വരാഹമിഹിരനാണെങ്കിലും ഭാവി പ്രവചനത്തിന് വേണ്ടി എഴുതിയ ഗ്രന്ഥങ്ങളല്ല ശരിക്ക്. വരാഹമിഹിരൻ്റെത് പഞ്ചപാതികയാണ്. പൈതാമഹ സിദ്ധാന്തം, രോചക സിദ്ധാന്തമെല്ലാം ഉൾക്കൊള്ളുന്ന പഞ്ചപാതികയാണ് വരാഹമിഹിരൻ്റെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളിലൊന്ന്. മറ്റൊന്ന് ബൃഹത് സംഹിതയാണ്. ബൃഹത് ജാതകം വരാഹമിഹിരൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ ബൃഹത് ജാതകത്തെ അവലംബിച്ചാണ് ഏതാണ്ട് നമ്മളിന്ന് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഗം. വേദാംഗങ്ങളിലെ ജ്യോതിഷം ജ്യോതിശാസ്ത്രമാണ്, അസ്ട്രോണമി പൂർണ്ണമായും. അതിനെ അവലംബിച്ച് ജ്യോതിർഗോളങ്ങളെയും അവയുടെ സ്ഥിതിയെയും അവലംബിച്ച്, കാരണം ഭൂമിയിലെ ഒരു ഭാഗത്ത് ഭാരം കൂടിയാൽ ഭൂമിയെ ഒരു ഭാഗത്ത് കുഴിച്ചാൽ ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് പരിണാമം വരുമോ, ദിനാന്തരീക്ഷ സ്ഥിതിക്ക് മാറ്റം വരുമോ എന്നൊക്കെ പഠിക്കുന്നത് ഉചിതമാണ്. മനസ്സിലായില്ല. മലമുകളിലെ മണ്ണ് മുഴുവൻ കോരിയെടുത്ത് തീരപ്രദേശങ്ങളിൽ കൊണ്ടുപോയി നിറച്ചാൽ ഒരാകർഷണ നിയമത്തിൽ നിൽക്കുന്ന ഭൂമിക്ക് ഭാരമാറ്റമുണ്ടാകുമ്പോൾ ഭൂമി എങ്ങനെയായിരിക്കും ജ്യോതിർഗോളങ്ങൾക്കിടയിൽ അവളുടെ ഭാരത്തെ പ്രകടമാക്കുക? അതുകൊണ്ട് പഴയ കാരണവന്മാർ മണ്ണ് വെട്ടുന്നതിന് മുമ്പ് പറയും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എത്ര ദൂരം വരെ കൊണ്ടുപോകാം. നിങ്ങളുടെ ഭരണാധികാരികൾക്കോ നിങ്ങളുടെ കാലാവസ്ഥാ പ്രവാചകന്മാർക്കോ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റീഷ്യന്മാർക്കോ അറിയാത്ത പലതും അവർക്കറിയാമായിരുന്നുവെന്ന് അതിൽ നിന്ന് തന്നെ ബോധ്യമാണ്. എല്ലാ വേദങ്ങളിലും വേദാംഗമായുണ്ട്. അതുകൊണ്ട് ആ ജ്യോതിഷമല്ല നിങ്ങൾ പറയുന്ന ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് വന്ന ജ്യോതിഷം. കാരണം ഭണ്ഡാകാരമായി ഉപയോഗിച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നീട് പുനഃപ്രതിഷ്ഠകളോ പ്രതിഷ്ഠകളോ അന്ന് നടന്നതായി റെക്കോർഡുകളൊന്നുമില്ല. ഏതെങ്കിലും ഒരു രാജാവ് മറ്റൊരു രാജാവിനെ ആക്രമിച്ച് ഭണ്ഡാരം കയ്യിലാക്കുമ്പോൾ അയാളുടെ ദേവതയെ പ്രതിഷ്ഠിക്കുന്നുവെന്നല്ലാതെ, മാത്രവുമല്ല തച്ചുശാസ്ത്രവും തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജ്യോതിഷം ക്ഷേത്രത്തിൻ്റെ അകം കണ്ടിട്ടില്ലാത്ത നായരും പൊതുവാളും തീയനുമെല്ലാം പ്രാശ്നികനായി വന്ന് അകത്ത് നടക്കുന്ന സംഭവങ്ങൾ പുറത്തുനിന്ന് കണ്ട് എഴുതുന്നു എന്ന് വിശ്വസിപ്പിക്കാൻ പാകത്തിലേക്ക് ഭരണാധികാരികളും ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കാരും വളർന്നപ്പോൾ നടത്തിയൊരു ഗൂഢാലോചനയുടെ ഭാഗം മാത്രമല്ലേ പ്രശ്നജ്യോതിഷങ്ങൾ, ദേവപ്രശ്നാദികൾ. അതിനെത്ര കാലത്തിൻ്റെ ചരിത്രമുണ്ട്? ഏത് ക്ഷേത്രമാണ് കല്യാണം നടത്താൻ പാകത്തിനും അടിയന്തരം നടത്താൻ പാകത്തിനും പൗരാണിക കാലത്ത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്? ഏത് ക്ഷേത്രത്തിനാണ് കല്യാണ മണ്ഡപങ്ങൾ പ്രാചീനമായി ഉണ്ടായിരുന്നത്? വധുവിനെ വധുഗ്രഹത്തിൽ വെച്ച് ഒരുക്കുകയും വധുഗ്രഹത്തിൽ നിന്ന് കല്യാണം നടത്തി വിടുകയും ചെയ്യുമ്പോൾ കെട്ടുറപ്പുള്ള ഒരു സമുദായം ഉണ്ടാകുന്നത് അപ്പുറത്ത് കണ്ട് ക്രിസ്തുമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും രീതികളെ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഒരു സാമൂഹിക തലം ഈശ്വരനിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന വെളിപാടുകൾ കേൾക്കുവാൻ, ക്രിസ്തുമതം കേട്ടതുപോലെ കേൾക്കുന്നുവെന്ന് പറയുവാൻ വെളിപാടുള്ളവരായ ജ്യോതിഷികളെ നിങ്ങൾ സൃഷ്ടിക്കുകയും അവർക്ക് ആ അവകാശം നൽകുകയും അവരെ കൂട്ടിയിരുത്തുകയും എവിടുന്നെങ്കിലും 4 ശ്ലോകം ചൊല്ലുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയും ചെയ്ത് കല്യാണം മുതലായതെല്ലാം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ നടത്തിയ ഇടപാടിൻ്റെ ഭാഗം മാത്രമല്ലേ അത്? അല്ലാതെ അതിന് എത്ര കാലത്തിൻ്റെ പഴക്കമുണ്ടാവും? ഞാൻ അറിയുന്നിടത്തോളം ഇത് സനാതനധർമ്മത്തിലുള്ള ഏർപ്പാടല്ല. സമറ്റിക് ജീവിത രീതിയിൽ അത്യന്താപേക്ഷിതമായ ഏർപ്പാടാണ്. സിദ്ധന്മാർ, വെളിപാടുള്ളവർ, പുതിയ ജ്യോതിഷികൾ, കെട്ടുന്ന ചരടുകൾ, ഇവയൊന്നും സനാതനധർമ്മത്തിൻ്റെ ഭാഗമല്ല. ഇവയൊക്കെ ഇന്ന് മനുഷ്യന് ആവശ്യവുമാണ്.
സനാതനധർമ്മത്തിൻ്റെ മൂല്യവത്തായ ഒന്നും ധർമ്മമാണെന്ന് വിചാരിച്ച് സ്വീകരിക്കാത്ത നിങ്ങൾ അതിൻ്റെ എല്ലാം പുറകെ ഓടിയിട്ട് അതിനെയെല്ലാം പിന്നീട് വരുന്ന സ്വാമിമാരും പിന്നീട് ഇത് പഠിക്കുന്നവരുമൊക്കെ വ്യാഖ്യാനിച്ച് നിങ്ങളെ തൃപ്തികരമാക്കി തന്നുകൊള്ളണം. ആ തെറ്റുകൾക്കൊക്കെ പാരമ്പര്യത്തിൻ്റെ അംഗീകാരമുണ്ടെന്ന് വരുത്തി തീർക്കണമെന്ന് ചില സ്വാമിമാരോ ചില സാമൂഹ്യ പ്രവർത്തകരോ ചില ഹൈന്ദവ നേതാക്കന്മാരോ കരുതിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മണ്ടത്തരം മാത്രമാണ്. അതിന് ചരിത്രത്തിൻ്റെ പിൻബലമോ ശാസ്ത്രത്തിൻ്റെ പിൻബലമോ ഇനി ഈ കാലഘട്ടത്തിലേക്കെങ്കിലും അതൊരാവശ്യമോ അല്ല. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമല്ലത്, കച്ചവടത്തിനല്ലാതെ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ആവശ്യമാണിത്. അങ്ങനെയാണ് ജനങ്ങളത് ഒരു ജ്യോതിഷിയും പ്രശ്നമില്ലാതെ ചെയ്തോളും. അപ്പം ജനങ്ങൾക്ക് ആവശ്യമല്ല. സനാതനധർമ്മത്തിൻ്റെ ഈടുവയ്പ്പുകളില്ല. ഏതാനും ചിലരുടെ ആവശ്യത്തിന് സാമൂഹികമായ ആവശ്യമാക്കി മാറ്റാൻ വെളിപാടുകളെ കൊണ്ടുവന്ന് ചെയ്യുന്നതാണിതെല്ലാം. അത് സനാതനധർമ്മത്തിനാണ് ഏറ്റവും കോട്ടം വരുത്തുന്നത്. താൽക്കാലികമായ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് ഞാൻ നാളെ വെളിപാടുള്ളവനായി തീർന്ന് നിങ്ങളുടെ കുട്ടികളെയെല്ലാം എൻ്റെ കൂടെ കൂട്ടി അവരുടെ ആയുഷ്കാലം മുഴുവൻ എനിക്ക് വേണ്ടി പണിയെടുത്ത് എൻ്റെ ഉയർച്ചയ്ക്കായിക്കൊണ്ട് ലോകമെമ്പാടും സഞ്ചരിപ്പിച്ച് നാളെ അവർ 40 or 50 വയസ്സെത്തുമ്പോഴേക്ക് ഞാൻ മരിച്ചാൽ അത്രയും പേർ തെരുവാധാരമാണ്. തിരിച്ച് വീട്ടിൽ വന്നാൽ നിങ്ങൾ കേട്ടില്ല. അലസം അലീമസരായി തീർന്ന അവരെ എൻ്റെ ഈടുവയ്പ്പുകളിൽ നാളെ അധികാരപ്പെടുത്തില്ല. ഇന്നത്തെ സുഖം തീർന്ന് നാളെ അലഞ്ഞു തിരിയുന്ന ആ ആത്മാക്കൾ അന്തസാരവിഹീനങ്ങളായ പണികൾ ചെയ്തു കൂട്ടുമ്പോൾ, ജീവിക്കാൻ ചെയ്തു കൂട്ടുമ്പോൾ, അന്ന് നിലനിൽക്കുന്ന ഹിന്ദു സമുദായം ഇന്നത് കൂട്ടിയ ആളിൻ്റെ പേരും അയാളുടെ ജീവിത രീതിയും വെച്ചുകൊണ്ട് ഇത് ആധ്യാത്മികതയാണെന്നും സനാതനധർമ്മമാണെന്നും വ്യാഖ്യാനിച്ച് അതിനെ എതിർത്താൽ ഇന്നത് തടയുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായത്. നിങ്ങളുടെയൊക്കെ കുട്ടികൾ 8 ഉം 10 ഉം വയസ്സിൽ ഏതോ ആഡംബരം കണ്ട് ഏതോ വെളിപാടുള്ളവൻ്റെ ഏതോ സിദ്ധൻ്റെ ഏതോ പൂർണ്ണതയുള്ളവനെന്ന് നിങ്ങൾ ധരിക്കുന്നവൻ്റെ പിന്നാലെ പോയി താൽക്കാലികങ്ങളായ ലാഭങ്ങളോ താൽക്കാലികമായ പ്രശസ്തിയോ പേരോ കിട്ടി അവിടെ കിടന്ന് 10 or 25 or 30 കൊല്ലം പണിയെടുത്തു കഴിഞ്ഞ് നാളെ അയാൾ മരിക്കുമ്പോൾ അതിൻ്റെ അവകാശത്തിൻ്റെ ഒരു ഏലത്തും അയാൾക്കെത്താൻ ആ കുട്ടികൾക്കെത്താൻ പറ്റാതിരിക്കുകയും ആധ്യാത്മികമായ ഒരു ഉയർച്ചയും ഇല്ലാതിരിക്കുകയും സാമ്പ്രദായിക മര്യാദകൾ ഒന്നുമില്ലാതിരിക്കുകയും സകല ദുർഗുണങ്ങളുടെയും വിളയാട്ട സ്ഥലമായി അവർ സ്വാതന്ത്ര്യത്തോടുകൂടി വളരുകയും ചെയ്താൽ നാളെ ഹിന്ദു സമാജത്തിന് അവരെ നിയന്ത്രിക്കാനാവില്ല. അത്തരമൊരവസ്ഥയിൽ ഇതാണ് ഹിന്ദുവിൻ്റെ ആധ്യാത്മികത എന്ന് ആരെങ്കിലും പല്ലിളിച്ച് കാണിച്ചാൽ അതിനെല്ലാം മറുപടി പറയാൻ അന്നത്തെ സാമ്പ്രദായികമായി വളർന്നു വന്നവർ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. സമൂഹത്തിൽ അത് അനുവദിച്ചു കൂടാത്തതാണ്. ഞാൻ ഒറ്റ വാക്കേ പറയുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ കാരണവന്മാർക്ക് വിവരം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു കണിശൻ വീട്ടിലേക്ക് വന്ന് ജാതകം എഴുതി തന്ന് നാഴി അരിയും വാങ്ങിച്ച് പട്ടിണിയോടുകൂടി അവൻ പോയിട്ട് അവൻ്റെ ജീവിതത്തിന് ഈ ജ്യോതിഷം കൊള്ളുകയില്ലാന്ന് കണ്ടെത്തിയപ്പോഴാണ് അവൻ്റെ പിള്ളേരെ അധ്യാപകനാകാനോ എഞ്ചിനീയർ ആകാനോ പഠിപ്പിക്കാൻ വിട്ടത്. ശരിയല്ല. ഇത് നല്ലൊരു കച്ചവടമാണെന്ന് അന്ന് അവൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഇതിൻ്റെ MBA അവൻ അറിഞ്ഞിരുന്നെങ്കിൽ പിള്ളേരെ ആ പഠിക്കാൻ വിടുകയില്ലായിരുന്നു. കണിയന്മാരാരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ക്ഷമിക്കുക. അവരിതൊരു തൊഴിലെന്ന നിലയിൽ ലാഭമായിരുന്നെങ്കിൽ അന്ന് പേരെടുത്തിരുന്ന പതിച്ചി മക്കളെ ഇതെല്ലാം പഠിപ്പിച്ച് കഷ്ടപ്പാട് അടുത്ത തലമുറയ്ക്ക് കൊടുത്തില്ല. എങ്ങനെയെങ്കിലും പഠിച്ച് 4 അക്ഷരം പഠിച്ച് കയറിപ്പോട്ടെ, ഞാൻ ചെയ്യുന്ന ഈ പണി ചെയ്യേണ്ടെന്ന് വിചാരിച്ച്. കാരണം ഒരു സ്ത്രീ പ്രസവിച്ചാൽ സവർണയും ഉന്നതയും അവർണയും ഒക്കെയായ സ്ത്രീയുടെ പ്രസവം എടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ വായിലും മൂക്കിലുള്ള സ്രവങ്ങൾ തൻ്റെ വാഗുകൊണ്ട് വേണം വലിച്ചു തുപ്പാൻ. സക്ഷം പമ്പുകളൊന്നുമില്ല. അപ്പോൾ താഴ്ന്ന ഒരു ജോലിയായ ഇതെല്ലാം കണക്കാക്കിയിരുന്നത്. ഒരു ജ്യോതിഷിയെ ഉത്തമനായല്ല കണക്കാക്കിയിരുന്നത്. ഒരു അമ്പലത്തിൽ പൂജ ചെയ്യാൻ പോകുന്ന ശാന്തിക്കാരനെ ആ ബ്രാഹ്മണ സമൂഹം അധമനായ കണക്കാക്കിയിരുന്നത്, പതിത ബ്രാഹ്മണനായ കണക്കാക്കിയിരുന്നത്. അവൻ്റെ കുട്ടിക്ക് വിവാഹം വന്നാൽ ഉത്തമ കുടുംബങ്ങളിൽ ആലോചന വന്നിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നിലയും വിലയും പൂജയ്ക്കോ ഇന്നത്തെ നിലയും വിലയും ജ്യോതിഷത്തിനോ ഉണ്ടായിരുന്നില്ല. ജ്യോതിശാസ്ത്രത്തിനല്ല. അല്ലെങ്കിൽ അന്നല്ലേ അറ വയ്ക്കേണ്ടത്? അന്നാണ് മനുഷ്യൻ അനാചാരങ്ങളിൽ അന്ധവിശ്വാസങ്ങളിൽ കിടന്നതെന്നാണ് നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തകർ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പഠിച്ചതും പഠിപ്പിക്കുന്നതും അതാണ്. അന്ന് മനുഷ്യൻ അന്ധവിശ്വാസത്തിലായിരുന്നു, അനാചാരത്തിലായിരുന്നു, അറിവില്ലായിരുന്നു. അന്നല്ലേ കളിപ്പിച്ച് കാശുണ്ടാക്കാൻ പറ്റുക? അന്ന് ഏതെങ്കിലും ഒരു കണിശന്, ഏതെങ്കിലും ഒരു കണിയാന് ദാരിദ്ര്യം തീർന്നിട്ട് സമയമുണ്ടായിരുന്നോ?
ക്ഷേത്രപ്രവേശനം കഴിഞ്ഞു പോലും പൂജ ചെയ്യുന്ന ബ്രാഹ്മണന് ബ്രാഹ്മണരുടെ മധ്യത്തിൽ പതിതനായിരുന്നു, മുമ്പുമായിരുന്നു. ഒറ്റ ബ്രാഹ്മണൻ പോലും നിങ്ങളുടെ കുട്ടിക്കാലത്ത് പോലും ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വന്നാൽ ശാന്തിക്കാരനെ വണങ്ങുകയോ ശാന്തിക്കാരൻ്റെ കയ്യിൽ നിന്നൊരു പ്രസാദം വാങ്ങുകയോ അവൻ മണിയടിച്ച് കയറിപ്പോയി അവൻ പൂജ ചെയ്ത് തൊഴുത് അവൻ സ്ഥലം വിട്ടു പോകുന്നതല്ലാതെ അവിടെ പ്രസാദം വാങ്ങിക്കാൻ നിൽക്കുന്നതായി നിങ്ങൾ മറ്റ് ജാതിക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക. പൂജാരിക്കും ജ്യോതിഷിക്കുമൊക്കെ മാന്യത വന്നത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടുകയും വിവരം നഷ്ടപ്പെടുകയും ചെയ്ത കാലത്താണ്. സാഹിത്യത്തിലും കലകളിലുമൊക്കെ ഇവരെ മാന്യന്മാരായി ചിത്രീകരിക്കുകയും ഇവരുടെ മാന്യതയെക്കുറിച്ച് സീരിയലുകൾ ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞ് മാത്രമാണ് കച്ചവട സംഘങ്ങളും പത്രങ്ങളും ചേർന്ന് ഹൈന്ദവ സനാതന ധർമ്മത്തെ ഒരു സമറ്റിക് രീതിയിലേക്ക് പരിണമിപ്പിച്ച് കഴിഞ്ഞ് മാത്രമാണ് ഈ മാന്യന്മാരൊക്കെ മാന്യന്മാരായത്. ഇന്നിപ്പോൾ കാരണം എന്താ വെച്ചാൽ രാവിലെ പോയി ഒരിടത്ത് പോയി കുശിനിയിൽ പണിയെടുക്കുക, കുറച്ച് നേരം കഞ്ഞിയും കാപ്പിയും തിളപ്പിച്ച് മുതലാളിക്ക് കൊടുത്തേച്ച് നേരെ അമ്പലത്തിൽ പോയി ഒരു തോർത്ത് കൊടുത്ത് പോയി ഒരു തിരി കാണിക്കുക, അത് കഴിഞ്ഞ് ഓടി വന്ന് രാപകൽ പിന്നെയും കിടന്ന് പണിയെടുക്കുക, അത് കഴിഞ്ഞ് ചെരുപ്പ് കുത്തുക. ഇങ്ങനെ പണി ചെയ്താലും സീരിയലിൽ തുണിയും കോണകവും ഇല്ലാതെ പണിയെടുത്തിട്ട് നേരെ ഒരു അമ്പലത്തിലെ ശാന്തിക്കാരൻ്റെയോ തന്ത്രിയുടെയോ മകനാണെന്ന് പറയുക. ഇവനൊക്കെ പത്രങ്ങളും മാധ്യമങ്ങളും മാന്യത നൽകുക. ഇതൊക്കെ ചെയ്യാൻ ഇടയായത് നിങ്ങൾക്ക് ഓരോ അവരുടെ തെറ്റുകൊണ്ടല്ല. ഇത് പുതിയ MBA മാർക്കറ്റിങ്ങിൻ്റെ ഫലമായി പൂജയും സന്യാസവും സിദ്ധിയും എല്ലാം മാർക്കറ്റിങ്ങിന് പറ്റിയതാണെന്ന് കണ്ടെത്തിയ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ തകരാറൊന്നു മാത്രമാണ്. അതിൻ്റെ കുറ്റം ചുമക്കാൻ പഴമയും അതിൻ്റെ സുഖമനുഭവിക്കാൻ പുതുമയും. അത് വേണ്ട. ഈ കാണുന്ന പരിപാടികളൊന്നും പൗരാണികമോ ക്ഷേത്രത്തെ സംബന്ധിച്ചു ആരാധനയാണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾക്കൊന്നും വലിയ പഴക്കമില്ല. ഹൈന്ദവ ബുദ്ധിജീവികൾ അന്നുണ്ടാകുന്ന കാര്യങ്ങളെ സനാതനധർമ്മത്തിലേക്ക് കൊണ്ടുപോകാൻ ആധുനിക ശാസ്ത്രത്തെ വെച്ച് വ്യാഖ്യാനിച്ചെഴുതിയ പുസ്തകങ്ങളാവയല്ല.